നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സൗദി അറേബ്യയിലെ ജയിലിൽ നിന്നും അബ്ദുൾ റഹീം നാട്ടിലേക്ക് മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിറ്റ് വിസ ലഭിച്ചതായി സഹായ സമിതി. അമേരിക്കൻ ആക്രമണം കടുത്ത വെടിനിർത്തൽ കരാർ ലംഘനമെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ. ആക്രമണം ഇറാൻ സേനയിൽ നിന്നും ഇറാൻ സേനയുടെ ഭീഷണികളിൽ നിന്നും സൈനികരെ രക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധമെന്ന് അമേരിക്ക. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGC. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 പേർക്ക് സസ്പെൻഷൻ. ഉത്തരവിറക്കി DGP. രാഷ്ട്രീയ പ്രതികാരമല്ലെന്ന് മുഖ്യമന്ത്രി. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളെന്നും മുൻകൂർ ജാമ്യം നിലനിൽക്കില്ലെന്നും കോടതി. അപൂർണമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച SITക്ക് രൂക്ഷ വിമർശനം. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും പിന്തുണ തേടി മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പ് തുകയിൽ ഇളവ് തേടിയെന്നും കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ജൂൺ ആദ്യവാരം പുറത്തിറക്കും. PM-ശ്രീ പദ്ധതിയിലെ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും VD സതീശൻ. നാളെ അമിത്ഷായുമായി കൂടിക്കാഴ്ച. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ. എല്ലാ വിഷയത്തിനും A+ നേടിയത് 30,561 പേർ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49%, ടെക്നിക്കലിൽ 72.82% വിജയം. ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. പതിവ് പോലെ സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാനെതിരായ ആക്രമണം വീണ്ടും തുടങ്ങി അമേരിക്ക. ഇറാനിയൻ സേന ഉയർത്തുന്ന ഭീഷണികളിൽ നിന്നും അമേരിക്കൻ സൈനികരെ രക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധമാണ് ആക്രമണം എന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ ഇന്ന് വെടിവെച്ചിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശവാദം ഉന്നയിച്ചു. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ നാവികത്താവളം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹോർമൂസിൽ മൈനുകൾ സ്ഥാപിക്കുന്ന വെസലുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇറാനിയൻ സേന ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് അമേരിക്കൻ സൈനികരെ രക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധമാണ് ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും ഖത്തർ പ്രധാനമന്ത്രിയുമായി സമാധാന കരാറിനായുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അതാത് ആണവ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന നിബന്ധനയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് നടക്കില്ലെന്നും ഇനി അങ്ങോട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങളെ സംരക്ഷിക്കില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രസ്താവിച്ചു. സമാന്തരമായി ലെബനോണിൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. നമദയി നഗരത്തിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായി കേരളത്തിന്റെ വൈവിധ്യമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. കേന്ദ്ര പദ്ധതികളിലെ ഫണ്ട് ലഭിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി പരിശോധിച്ച് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വപ്ന പദ്ധതികൾക്കെല്ലാം പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ സഹായം ലഭ്യമാക്കാനായി ഇടപെടൽ നടത്തും. കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിക്കും. ജൂൺ ആദ്യവാരം തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കും. അതിനുശേഷം വീണ്ടും കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും അവരോട് സൂചിപ്പിച്ചു. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ
അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. PM ശ്രീ പദ്ധതിയുടെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും. കിഫ്ബി ബാധ്യതകൾ പരിശോധിച്ച് ഭാവി തീരുമാനമെടുക്കും. മുനമ്പം ജനതയെ ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും അവർക്ക് നികുതി അടച്ച് പൂർണ്ണ അവകാശം നൽകുമെന്നും VD സതീശൻ പറഞ്ഞു. ഇന്ധനവില വർധനവിൽ അധിക നികുതി ഒഴിവാക്കാനാകുന്ന സാഹചര്യമല്ല. വയനാട് തുരങ്കപാത പാരിസ്ഥിതിക പഠനം നടത്തി മാത്രമേ നടപ്പാക്കാവൂ എന്നാണ് മുൻ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ S. സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കാണ് സസ്പെൻഷൻ. SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു ഗൺമാൻ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണം. SIT രൂപീകരിക്കുകയും ഉടനടി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഗൺമാൻമാർ ചെയ്തത് ഗുരുതര കുറ്റകൃത്യമെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തിരുത്താൻ ADGP MR അജിത് കുമാർ ഇടപെട്ടിരുന്നതായുള്ള കണ്ടെത്തലും SITയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഗൺമാനും എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാരും ഇറങ്ങിവന്ന് വടികൊണ്ട് പ്രതിഷേധക്കാരുടെ തലയ്ക്കടിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വാർത്താ ചാനലുകളുടെ ദൃശ്യങ്ങളും CCTVയും അടക്കം പരിശോധിച്ചാണ് കണ്ടെത്തലുകൾ നടത്തിയത്. ആലപ്പുഴയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ പ്രതിഷേധിച്ചവരെയാണ് പുറകെ വന്ന എസ്കോർട്ട് വാഹനത്തിലെ ഗൺമാനും ഉദ്യോഗസ്ഥരും മർദ്ദിച്ചതെന്നാണ് ലോക്കൽ പോലീസിന്റെ മൊഴി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നീ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് SIT DGPക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. അതേസമയം കേസിന്റെ രേഖകൾ താൻ തിരുത്തിയിട്ടില്ലെന്നും ഓഫീസ് ജീവനക്കാർ ഇടപെട്ടത് തന്റെ നിർദ്ദേശപ്രകാരമല്ല എന്നുമാണ് MR അജിത് കുമാറിന്റെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് അജിത് കുമാർ അനൌദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവകേരള സദസ്സിനോടനുബന്ധിച്ചുണ്ടായ രക്ഷാപ്രവർത്തന മർദ്ദനത്തിൽ ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. കേസിൽ SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നാണ് കോടതി. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും രൂക്ഷ വിമർശനമാണ് ഇന്ന് ഉണ്ടായത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ മുൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും സമർപ്പിച്ച ജാമ്യാപേക്ഷകളാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. പ്രതികൾക്കെതിരെ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഹർജി ജഡ്ജി ഹണിയം വർഗീസ് തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല എന്ന സാഹചര്യം നിലവിലില്ലെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. മർദ്ദനമേറ്റ MLA AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും കേസിൽ കക്ഷി ചേർത്തു. പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ സന്തോഷമെന്ന് AD തോമസ് MLA പ്രതികരിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും കേസെടുക്കുവാൻ പോലും തയ്യാറാകാതിരുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനം ഇന്ന് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരാതി സ്വീകരിക്കുവാൻ പോലും തയ്യാറാവാതെ കോടതി ഇടപെടലിലൂടെ മാത്രം അന്വേഷണം നടത്തുകയും പിന്നീട് ഇങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ കോടതിക്ക് റഫർ ചാർജ് നൽകുകയും ചെയ്ത ഒരു പോലീസ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം പ്രോസിക്യൂഷനെയും അന്വേഷണ സംഘത്തെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. അന്വേഷണം നടത്തേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ച കോടതിക്ക് ഒരു വിദൂര സാധ്യത പോലും തരാത്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നും ഇത്തരത്തിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ചെയ്യേണ്ടതെന്നും താക്കീത് നൽകി. രാവിലെ കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ട് പൂർണ്ണമല്ല എന്ന കാരണത്താൽ കോടതി റിപ്പോർട്ട് നിരസിച്ചു. മതിയായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പ്രോസിക്യൂഷനെയും കോടതി ശക്തമായി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉച്ചകഴിഞ്ഞ് പുതിയ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. അമൃത ന്യൂസ്, ആലപ്പുഴ. ഗൺമാൻമാരെ പുറത്താക്കിയത് SIT റിപ്പോർട്ടിന്മേലുള്ള നടപടിയെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതി നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് SIT രൂപീകരണം നടന്നത്. സ്വാഭാവികമായ നീതി നിർവഹണമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഒരാളും നിയമത്തിന് അതീതരല്ല. SFI സമരം അവരുടെ ഒരു എക്സസൈസ് ആണ്. പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ്. UDF ഭരണം ആരംഭിച്ചിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. കുറച്ചുകൂടി കാത്തിരിക്കുമെന്നും ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. കോടതി പറഞ്ഞിട്ടാണ്
SIT രൂപീകരിച്ചത്. പക്ഷേ ആ SIT രൂപീകരണം 2 വർഷം നീണ്ടുപോയി. പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ക്യാബിനറ്റിൽ വെച്ച് അന്ന് കോടതി പറഞ്ഞ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. SIT രൂപീകരിച്ചു. ആ SITയുടെ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് DGPക്ക് ലഭിച്ചത്. അപ്പോൾ DGP എന്ത് ചെയ്തു? അത് പരിശോധിച്ച് 5 പേർക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചു. അത് സ്വാഭാവികമായ ഒരു നീതി നിർവഹണം മാത്രമാണ്. അതിനകത്ത് രാഷ്ട്രീയമായ ഞങ്ങൾ ആരും ഇടപെട്ടിട്ടുള്ള കാര്യമല്ല. അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. SFI പ്രവർത്തകരെ ആക്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് SFI ആരോപിക്കുന്നു. തിരുവനന്തപുരത്ത് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സമര ഗേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ ധർണ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഇത് സൂചന മാത്രമാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടുമെന്നും സജീവ് വ്യക്തമാക്കി. കോട്ടയത്തെ പ്രതിഷേധ മാർച്ചിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാവിലെ നടത്താനിരുന്ന പ്രതിഷേധ പരിപാടി ആളില്ലാത്തതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടത്തിയത്. 50ഓളം പ്രവർത്തകരാണ് പിന്നീട് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. റോഡിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് നിലത്തു കുത്തിയിരുന്ന SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലും SFI പ്രതിഷേധം നടത്തി. കമ്മീഷണർ ഓഫീസിന് മുൻപിലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി അഭിജിത്ത് T ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് SP ഓഫീസ് മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി കൊടി നാട്ടി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നേരിയ തോതിൽ ലാത്തിച്ചാർജും നടത്തി. പാലക്കാടും SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുനമ്പം ഭൂമിയിൽ ചെയ്തത് നിയമപരമായ കാര്യമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. കേന്ദ്ര സർക്കാർ നൽകിയ തീയതി അനുസരിച്ചാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. വഖഫ് ബോർഡിനെ പിരിച്ചുവിടാമെന്നത് വ്യാമോഹമെന്നും KS ഹംസ പറഞ്ഞു. വസ്തുതകൾ പരിഗണിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 17-ാം തീയതിക്ക് മുമ്പ് ഇത് കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബോർഡ് ഉത്തരവാദിയാണല്ലോ. ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബാധ്യതയാണ് 17-ാം തീയതിക്ക് മുമ്പ് കേരളത്തിലെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് പോർട്ടലിൽ എൻട്രി ചെയ്യുക എന്നത് ബോർഡിൻ്റെ മുകളിലുള്ള നിയമപരമായ ബാധ്യതയാണ്. അത് 17-ാം തീയതി കഴിഞ്ഞ് ചിലപ്പോൾ അവസാനമായിട്ട് കുറേ താമസിക്കും, കാത്തിരിക്കും. സ്വമേധയാ എല്ലാ മുത്തവല്ലിമാരും കയറ്റുന്നുണ്ടോ എന്ന് കാത്തിരിക്കുമല്ലോ. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബോർഡ് ചിലത് കയറ്റുമല്ലോ, തീരെ നിവൃത്തിയില്ലെങ്കിൽ. അങ്ങനെ മുനമ്പം ഭൂമി വിഷയത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അധികാരത്തിൽ വന്ന് 10 മിനിറ്റിൽ പരിഹാരമെന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇപ്പോൾ അതിൽ നിന്നും മാറി ഇടത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തി. മുനമ്പം കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അധികാരം വന്ന് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നല്ല. അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അന്ന് കോടതി തീരുമാനപ്രകാരം ഏർപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കുകയാണ് വേണ്ടത്. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97 ആണ് വിജയശതമാനം. വിജയശതമാനത്തിൽ 0.16% വർധനമാണ് ഉണ്ടായത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. 77.97 ഇത്തവണത്തെ വിജയശതമാനം. മാർച്ച് 6 മുതൽ 26 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ
1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26,826 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ സേ പരീക്ഷ സംഘടിപ്പിക്കും. 1990 സ്കൂളുകളിൽ നിന്നും റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേരാണ് പരീക്ഷ എഴുതിയത്. 2,90,398 പേർ പരീക്ഷയിൽ യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.81%, VHSEയിൽ 70.06% വിജയ ശതമാനം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ 84.64% വിജയ ശതമാനം. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയ ശതമാനമുള്ളത്. 71.72% കാസർഗോഡ് ജില്ലയിലെ വിജയ ശതമാനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന വിജയ ശതമാനം വയനാട് ജില്ലയ്ക്കാണ്. ഏറ്റവും കുറഞ്ഞ ശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 87.30% വയനാട്ടിലെ വിജയ ശതമാനം. 60.63% നേടി കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും പിന്നിൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ശുഭവാർത്ത ഒടുവിൽ റിയാദിൽ നിന്നും എത്തിക്കഴിഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി ഔദ്യോഗിക വിവരം പുറത്തുവന്നു. അബ്ദുൾ റഹീം സഹായ സമിതിയാണ് ഈ നിർണായക വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 21 വർഷമായി സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി അബ്ദുറഹീം സഹായ സമിതിയാണ് അറിയിച്ചത്. അതോടൊപ്പം റഹീമിന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ആവശ്യമായ എക്സിറ്റ് വിസ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി എമിഗ്രേഷൻ ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടെ ഏത് സമയത്തും അബ്ദുറഹീമിന് ജയിൽ മോചിതനായി ജന്മനാട്ടിലേക്ക് തിരിക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2006 ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുറഹീം സൗദി അറേബ്യയിലെത്തുന്നത്. റഹീം പരിചരിച്ചിരുന്ന കഴുത്തിന് താഴെ തളർന്ന സൗദി ബാലൻ അനസ് കാറിലെ യാത്രക്കിടെ അബദ്ധത്തിൽ മരണപ്പെട്ടതോടെയാണ് റഹീമിന്റെ ജീവിതം ജയിലറക്കുള്ളിലാവുന്നത്. റഹീമിന് റിയാദിലെ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 34 കോടി രൂപ ദിയാധനം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് മരിച്ച ബാലന്റെ കുടുംബം സമ്മതിക്കുകയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തുചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ദിവസങ്ങൾ കൊണ്ട് ഈ തുക സമാഹരിച്ച് ഇന്ത്യൻ എംബസി വഴി തുക സൗദി കോടതിയിൽ കൈമാറിയതിനെ തുടർന്ന് കോടതി വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇത്തരം കേസുകൾക്ക് പബ്ലിക് കേസുള്ളതാണ് മോചനം ഇത്രയും വൈകാൻ കാരണം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഹീം നാട്ടിലേക്ക് തിരിക്കുന്നതിന്റെ കൃത്യമായ തീയതി ലഭ്യമാക്കുമെന്നാണ് അതിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹജ്ജ് കർമ്മങ്ങൾ തുടരുന്നു. വിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ പ്രാർത്ഥന നിരതരായി. അറഫയിലെ നമിറ മസ്ജിദിൽ ഖുതുബയ്ക്ക് സാക്ഷിയായി ലക്ഷങ്ങൾ. ഹാജിമാർ ഇന്ന് മുസ്തലിഫയിൽ രാപ്പാർക്കും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിൽ ജീവിതത്തിലെ പാപങ്ങളത്രയും കണ്ണീർ പൊഴിച്ച് പശ്ചാത്തലത്തോട്ട് അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗം അനുസ്മരിപ്പിച്ച് അറഫയിലെ നമീറ മസ്ജിദിൽ ഖുതുബക്ക് മസ്ജിദ് നബവി ഇമാം ഷെയ്ഖ് ഡോക്ടർ അലി അൽ ഹുദൈഫി നേതൃത്വം നൽകി. തഖ്വ മുറുകെ പിടിക്കണമെന്നും മനുഷ്യർ പരസ്പരം കാരുണ്യത്തോടും സ്നേഹത്തോടും വർത്തിക്കണമെന്നും ഇമാം പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. അറഫ പ്രസംഗത്തിന്റെ സന്ദേശം ലോകമെമ്പാടുമുള്ളവർക്ക് എത്തിക്കാൻ മലയാളം ഉൾപ്പെടെ 35 അന്താരാഷ്ട്ര ഭാഷകളിലാണ് തത്സമയ വിവർത്തനം ഒരുക്കിയത്.
സൂര്യാസ്തമയത്തിനു ശേഷം ഹാജിമാർ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്തലിഫയിലാണ് തീർത്ഥാടകർ രാപ്പാർക്കുക. നാളെ പുലർച്ചെ ഇവർ മീനായിലേക്ക് തിരിക്കും. നാളെയാണ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ തിരിച്ചെത്തി കല്ലേറ് കർമ്മം നിർവഹിക്കുക, മുടി മുറിക്കുക, ബലികർമ്മം നടത്തുക, തുടർന്ന് ഹറമിലെത്തി തവാഫും സഹിയും പൂർത്തിയാക്കുക എന്നിവയാണ് നാളത്തെ പ്രധാന ചടങ്ങുകൾ. തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സൗദി ഗവൺമെന്റിന്റെ കീഴിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കായി വിപുലമായ സാംസ്കാരിക കുടുംബ വിനോദ പരിപാടികൾ പ്രഖ്യാപിച്ച് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ. ആഘോഷ നാളുകളിൽ പള്ളി സമുച്ചയത്തിലുടനീളം പെരുന്നാൾ തക്ബീർ ധ്വനികൾ മുഴങ്ങിക്കേൾക്കുമെന്നും അധികൃതർ അറിയിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് പുറമെ 5 നേരത്തെ പ്രാർത്ഥനകൾക്കും മോസ്ക് സാക്ഷ്യം വഹിക്കും. പെരുന്നാൾ ദിനങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമായിരിക്കും ഗ്രാൻഡ് മോസ്ക് സന്ദർശകരെ വരവേൽക്കുക. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ അടക്കമുള്ള നിരവധി ആളുകൾ അവധി ദിനങ്ങളിൽ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിൽ തൊഴിലാളികൾക്കായി വിപുലമായ ഈദ് ആഘോഷമൊരുക്കി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. സെലിബ്രേറ്റ് ഈദ് അൽ അദ്ഹ 2026 വിത്ത് ദുബായ് വർക്ക് ഫോഴ്സ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കുന്നത്. മെയ് 27, 28 തീയതികളിലായി അൽഖൂസ്, ജബൽ അലി, മുഹൈസന എന്നീ മേഖലകളിലാണ് ആഘോഷങ്ങൾ നടക്കുക. ഇതിൽ അൽഹൂസ് ആയിരിക്കും പ്രധാന വേദി. തൊഴിലാളികളുടെ സന്തോഷവും ക്ഷേമവും മുൻനിർത്തി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് ദിർഹം വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണം, ക്യാഷ് പ്രൈസുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ, ആഡംബര കാർ എന്നിവ ഉൾപ്പെടെ 400-ലേറെ സമ്മാനങ്ങളും വിജയികൾക്ക് ലഭിക്കും. സാംസ്കാരിക കലാപരിപാടികൾ, ഫോക്ക് ഷോകൾ, ലൈവ് DJ പ്രകടനങ്ങൾ, നൃത്ത സംഗീത അവതരണങ്ങൾ എന്നിവയും അരങ്ങേറും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിക്കുന്ന തൊഴിലാളികൾക്ക് സന്തോഷവും അംഗീകാരവും നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് GDRFA ദുബായ് ഉപമേധാവി മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സുറൂർ പറഞ്ഞു. കുവൈറ്റിൽ നിലവിൽ കുടുംബ സന്ദർശക വിസയിൽ കഴിയുന്ന വിസ കാലാവധി കഴിയാറായ പ്രവാസികൾക്ക് വിസ കാലാവധി 1 മാസത്തേക്കു കൂടി സ്വമേധയാ ദീർഘിപ്പിച്ചു നൽകിയതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും അടുത്ത ദിവസങ്ങളിലും വിസ കാലാവധി അവസാനിക്കാനിരിക്കുന്നവർക്കാണ് കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ട് സഹൽ ആപ്പ് വഴി സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് രാജ്യത്ത് സന്ദർശക വിസയിൽ കഴിയുന്നവർക്ക് 1 മാസം കാലാവധി ദീർഘിപ്പിച്ചു നൽകിയത്. ഇതിനുശേഷം വീണ്ടും 2 തവണ കൂടി ഓരോ മാസം വീതം കാലാവധി ദീർഘിപ്പിച്ചു നൽകി. ഇതേ തുടർന്ന് ഈ മാസം 28 വരെയാണ് പലരുടെയും വിസ കാലാവധി അവസാനിക്കാനിരിക്കുന്നത്. ഇതിനിടയിലാണ് പലർക്കും സ്വമേധയാ കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇനിയൊരു ദീർഘിപ്പിക്കൽ അനുമതി ഉണ്ടാകില്ല എന്ന നിഗമനത്തിൽ പലരും ഇതിനകം വൻ തുക നൽകി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിലെ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും അമീർ ഷെയ്ഖ് മിഷ് അൽ ഹാഹം ജാബർ സബാഹ് ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നു. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്നേഹവും സമാധാനവും സുരക്ഷയും നിറഞ്ഞ സന്തോഷകരമായ ഈദ് ആഘോഷിക്കാൻ സാധിക്കട്ടെയെന്നും അമീർ തന്റെ ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. കൂടാതെ അറബ് ഇസ്ലാമിക ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ഈദ് ദിനം അനുഗ്രഹീതമായ ആഘോഷമായി മാറട്ടെയെന്നും ലോകത്തിന് സമാധാനവും സുരക്ഷയും നിലനിൽക്കട്ടെയെന്നും അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. ദുബായിലെ ജയിലുകളിൽ വാടക തർക്ക കേസുകളിൽ അകപ്പെട്ട് കഴിയുന്ന 54 തടവുകാരെ മോചിപ്പിക്കുന്നതിനായി ഈദ് റീയൂണിയൻ പദ്ധതിക്ക് തുടക്കമായി. ദുബായ് റെന്റൽ ഡിസ്പ്യൂട്ട് സെന്ററും മുഹമ്മദ് ബിൻ റാഷിദ് ചാരിറ്റബിൾ എസ്റ്റാബ്ലിഷ്മെന്റും സംയുക്തമായാണ് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഇതിന് രൂപം നൽകിയത്. തടവുകാരുടെ മോചനത്തിനായി ആകെ 35 ലക്ഷം ദിർഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകളാണ് ഈ സംരംഭത്തിലൂടെ തീർപ്പാക്കുന്നത്. വാടക കുടിശ്ശിക വരുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങൾക്ക് താങ്ങാനാണ് ഈ ജീവകാരുണ്യ നീക്കം. തുക അടച്ചു തീർക്കുന്നതോടെ ജയിൽ മോചിതരാകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പെരുന്നാൾ നാളുകളിൽ കുടുംബത്തോടൊപ്പം ഒത്തുചേരാൻ സാധിക്കും. കുവൈറ്റിൽ ചില ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ട്യൂഷൻ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതായി അറിയിപ്പ്. നിലവിൽ ചില വിദ്യാലയങ്ങളിൽ 15% വർധനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. LKG, UKG ക്ലാസുകളിൽ
91 ദിനാറാണ് പുതുക്കിയ ഫീസ് നിരക്ക്. നേരത്തെ 340 ദിനാറായിരുന്നു ഇത്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് നിരക്ക് 377 ദിനാറിൽ നിന്നും 435 ദിനാറായി ഉയർത്തിയിട്ടുണ്ട്. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 435 ദിനാറിൽ നിന്നും 500 ദിനാറായും 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ 488 ദിനാറിൽ നിന്നും 561 ദിനാറായും ഫീസ് വർദ്ധിപ്പിച്ചു. ഈ അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് വർധനവ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതി പ്രകാരം ഫീസ് വർധനവ് നടത്തുന്നത് എന്നാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശദീകരണം. ഹജ്ജ് സീസണിൽ പുണ്യസ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് മരുന്നുകളും അടിയന്തര മെഡിക്കൽ സാമഗ്രികളും എത്തിക്കുന്നതിന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ട്. വ്യോമയാന മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇതുവഴി പുണ്യസ്ഥലങ്ങളിലെ മെഡിക്കൽ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും കൂടി ലഭ്യമാക്കാൻ സാധിക്കും. ലൈംഗിക പീഡന കേസിൽ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിയെ കോടതി വെറുതെ വിട്ടു. പരാതിക്കാരി കഴിഞ്ഞ ദിവസം കോടതിയിൽ മൊഴി മാറ്റി നൽകിയിരുന്നു. എൽദോസ് തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാരി മൊഴി നൽകിയത്. നെയ്യാറ്റിൻകര കോടതിയിലെ വിചാരണയ്ക്കിടയിലാണ് എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി പറഞ്ഞത്. 2-3 പ്രതികളും MLA-യുടെ സുഹൃത്തുക്കളുമായ റെനിഷ, സിപ്പി, നുറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വിചാരണയ്ക്കിടെ അതിജീവിത കോടതിയോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് കോടതി 3 പേരെയും വെറുതെ വിട്ടത്. വൈക്കത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPI ജില്ലാ നേതൃത്വം. പാർട്ടിയുടെ കമ്മിറ്റികളിലെ ചർച്ചകൾ എന്ന തരത്തിൽ തെറ്റായ പ്രചാരണങ്ങളാണ് നടന്നുവരുന്നത്. പാർട്ടിക്കെതിരായ ദുഷ്പ്രചാരണങ്ങൾക്കെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് സൈബർ വിങ്ങിനും ജില്ലാ കൗൺസിൽ പരാതി നൽകിയതായും നേതാക്കൾ അറിയിച്ചു. വൈക്കത്തെ CPI സ്ഥാനാർത്ഥിയുടെയും മറ്റ് മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളുടെയും പരാജയം സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായി കോട്ടയത്ത് 2 ദിവസങ്ങളിലായി CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൗൺസിൽ യോഗവും നടന്നിരുന്നു. ഇതേ തുടർന്ന് യോഗങ്ങളിലെ വിമർശനം എന്ന പേരിൽ പലതരത്തിലുമുള്ള വാർത്തകളും പുറത്തുവന്നു. ഇതിനെതിരെയാണ് ജില്ലാ കൗൺസിൽ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് നേതൃത്വം ആരോപിച്ചു. വൈക്കത്തും ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും LDF-നുണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധനയാണ് പാർട്ടി നടത്തിയത്. സംസ്ഥാനത്ത് LDF-നുണ്ടായ കനത്ത പരാജയത്തിന്റെ ഭാഗമാണ് വൈക്കത്തുണ്ടായ പരാജയവും. എന്നാൽ കമ്മിറ്റികളിൽ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ കഥകളായി മെനഞ്ഞ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വൈക്കം മുൻ MLA-യെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയാണ്. തലയാഴം ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിടാൻ പോകുന്നു എന്നും നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്നുമുള്ള അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. തലയോലപ്പറമ്പിലും TV പുരത്തും പാർട്ടിയിൽ വ്യാപകമായ പ്രശ്നങ്ങളെന്നതും തെറ്റായ പ്രചരണങ്ങളാണ്. ഇതിനെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് സൈബർ വിങ്ങിനും പാർട്ടി ജില്ലാ കൗൺസിൽ ഔദ്യോഗികമായി പരാതി നൽകി അന്വേഷണം ആവശ്യപ്പെട്ടതായും പാർട്ടി ജില്ലാ നേതൃത്വം അറിയിച്ചു. നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. അൻസിബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താരങ്ങൾ 2 തട്ടിലായതോടെയാണ് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇത്തരം നിർദ്ദേശം നൽകിയത്. അതേസമയം ടിനി ടോമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് അൻസിബ. എക്സിക്യൂട്ടീവ് പിരിച്ചുവിടണമെന്ന ആവശ്യം ചില മുതിർന്ന താരങ്ങൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.